Hello everyone, welcome to my channel. ഇന്ന് നമ്മൾ നോക്കുന്നത് आपकी आवाज़ എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, बीमारियां कैसे जन्म लेती है? बारिश के दिनों में बड़ी संख्या में मच्छर पैदा होना एक सामान्य बात है, जिसका परिणाम स्वरूप मलेरिया, डेंगू जैसी बीमारियां जन्म लेती है. बीमारियां कैसे फैलती है? बीमारियों के स्थायी निवारण के लिए गंभीर प्रयास नहीं किए जा रहे हैं. हर साल सरकार बीमारियों की रोकथाम के लिए उपाय करने की बात कहती है, लेकिन बीमारियों पर प्रभावी तरीके से रोक नहीं लगाई जा सकी है, इसलिए बीमारियां फैलती है. ഇപ്പോഴുള്ള ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സിൻ്റെ ഒന്നും മീനിങ് ഞാൻ എടുത്തു പറയാത്തത്, ഇത് ആ എഡിറ്റോറിയലിൽ നിന്ന് എടുത്ത് എഴുതേണ്ട ആൻസേഴ്സ് ആണ്. അപ്പോൾ എഡിറ്റോറിയലിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിന് മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എല്ലാ മീനിങ്സും പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്യാത്തത് കേട്ടോ. ഇത് ജസ്റ്റ് ആ പാരഗ്രാഫ് വായിച്ചിട്ട് അതിൽ നിന്ന് ആൻസർ എടുത്ത് എഴുതുക മാത്രമേ വേണ്ടൂ. നെക്സ്റ്റ് പറയുന്നത്, ഒരു എഡിറ്റോറിയൽ എഴുതുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. വിഷയ് കാ ചുനാവ്, ടോപ്പിക് ചൂസ് ചെയ്യുന്നത്. വിഷയ് കെ ജറൂരി തഥ്യ, അതായത് ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ്. സമസ്യ പ്രസ്തുതി കാ ഢാഞ്ച, അതായത് നമ്മൾ ഈ പ്രോബ്ലം പ്രസൻറ്റ് ചെയ്യുന്ന രീതി. സമർത്ഥൻ കാ തരീക്ക, നമ്മൾ പറയുന്ന ഫാക്റ്റിനെ, നമ്മൾ പറയുന്ന കാര്യങ്ങളെ ജസ്റ്റിഫൈ ചെയ്യുന്ന രീതി. സമ്പാദകി ഭാഷ, എഡിറ്റോറിയലിന്റെ ലാംഗ്വേജ്. ശീർഷക്, ടൈറ്റിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ബഡ്തി ബിമാരിയ എഡിറ്റോറിയലിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ എഡിറ്റോറിയൽ വായിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ആൻസേഴ്സ് കിട്ടും നമുക്ക്. ബഡ്തി ബിമാരിയ മേ किस विषय की चर्चा हुई है? राजधानी में डेंगू और मलेरिया बीमारियां बढ़ने के विषय में चर्चा हुई है. विषय प्रस्तुति के लिए कौन कौन से तथ्य जुटाए हैं? तथ्य ഫാക്ട്. അപ്പോൾ വിഷയ പ്രസ്തുതിക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം ഫാക്ട്സ് ആണ് ഇവിടെ പ്രസന്റ് ചെയ്തിട്ടുള്ളത്? बारिश के दिनों में बड़ी संख्या में मच्छर पैदा होते हैं. डेंगू मलेरिया जैसे रोग फैलने का कारण सरकार की लापरवाही है. बरसात की बीमारियों को रोकने के लिए सरकार कोई प्रयास नहीं करती. समस्या का समर्थन करने के लिए क्या क्या तर्क उठाए हैं? ഇവർ പറയുന്ന പ്രശ്നങ്ങൾ ശരിയാണ് എന്ന് ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് പ്രസന്റ് ചെയ്തിട്ടുള്ളത്? दिल्ली में मलेरिया फैलना किसी लापरवाही के कारण है. कुछ राज्यों में मलेरिया विभाग समाप्त कर दिया गया है. बीमारियों की स्थायी निवारण के लिए गंभीर प्रयास नहीं किए जा रहे हैं. हमेशा सरकार बीमारियों को रोकने की बात कहती है, पर प्रभावी तरीके से रोक संभव नहीं हो सकता. रोगों से पीड़ित लोगों के घर के आसपास दवा छिड़कने के बारे में बताते हैं, लेकिन यह काम पहले करते तो रोगों से बचा जा सकता था. मच्छरों का पैदा होना रोकने के लिए सरकारी स्तर पर कोई गंभीर प्रयास नहीं करते. समस्या प्रस्तुत करने के लिए कौन सी भाषा शैली का प्रयोग किया है? सशक्त, सरल और प्रभावशाली भाषा शैली का प्रयोग किया है. സശക്ത് കഴിഞ്ഞിട്ട് കോമൺ കേട്ടോ. അപ്പോൾ ശക്തമായിട്ടുള്ള, സരളമായിട്ടുള്ള, അതേസമയം ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള, ആൾക്കാരെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള ഭാഷാ പ്രയോഗമാണ് ചെയ്തിട്ടുള്ളത്. संपादकी का शीर्षक कैसे चुना है? विषयोचित, सरल और आकर्षक शीर्षक चुना है. വിഷയത്തിന് യോജ്യമായിട്ടുള്ള, സരളമായിട്ടുള്ള, അതുപോലെ തന്നെ ആകർഷകമായിട്ടുള്ള ടൈറ്റിലാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അടുത്തതായിട്ട് താഴെ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്, അത് വായിക്കാനാണ് പറയുന്നത്. കേരൾ സഡക് ഹാദ്സെ മേ 2 की मौत 12 घायल. റോഡ് ആക്സിഡന്റിൽ 2 മരണം, 12 പേർക്ക് പരിക്ക്. कोल्लम जिले में एक मिनी बस के पलटने से 2 लोगों की मौत हो गई और 12 लोग घायल हो गए. കൊല്ലത്ത് ഒരു മിനി ബസ് മറിഞ്ഞിട്ട് 2 പേര് മരിക്കുകയും അതുപോലെ തന്നെ 12 പേർക്ക് പരിക്ക് പറ്റുകയും ചെയ്തു. ഇൻമേ 3 लोगों का हाल गंभीर है. അതിൽ 3 പേരുടെ कंडीशन सीरियस ആണ്. जिलाधीश ने बताया है कि पुनलूर के पास तेनमला में हुए इस हादसे में एक की मौके पर ही मौत हो गई, जबकि दूसरे ने अस्पताल में पहुंचने पर दम तोड़ दिया. പുനലൂരിനടുത്ത് തെന്മലയിൽ നടന്ന ഈ അപകടത്തിൽ ഒരാൾ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ
മരിക്കുകയും മറ്റേയാൾ ആശുപത്രിയിൽ എത്തിയപ്പോഴുമാണ് മരിച്ചതെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. മിനി ബസ് തെന്മല से कोल्लम जा रही थी. पुलिस और प्रत्यक्षदर्शियों के मुताबिक बस काफी तेज गति से जा रही थी. മിനി ബസ് തെന്മലയിൽ നിന്നും കൊല്ലത്തേക്ക് പോവുകയായിരുന്നു. പോലീസിന്റെയും അതുപോലെ തന്നെ അവിടുത്തെ ദൃക്സാക്ഷികളുടെയും അഭിപ്രായത്തിൽ ബസ്സിന് സ്പീഡ് വളരെ കൂടുതലായിരുന്നു. പ്രത്യക്ഷദർശിയോ ദൃക്സാക്ഷികൾ. इसी दौरान चालक अपना नियंत्रण खो बैठा और बस पेड़ से टकराकर पलट गई. ഇതിനിടയിൽ ഡ്രൈവർക്ക് നിയന്ത്രണം നഷ്ടപ്പെടുകയും ബസ് മരത്തിലിടിച്ച് മറിയുകയും ചെയ്തു. ഈ ന്യൂസ് പേപ്പർ റിപ്പോർട്ടിന് മറ്റൊരു ടൈറ്റിൽ കൊടുക്കാനാണ് പറയുന്നത്. മിനി ബസ് പലട്കർ 2 की मौत 12 घायल. लास्ट क्वेश्चन, निम्नलिखित बिंदुओं की सहायता से बढ़ती सड़क दुर्घटनाएं पर സമ്പാദകി തയ്യാർ കരേം. താഴെ കൊടുത്തിട്ടുള്ള പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ബഡ്തി സഡക് ദുർഘടനായി കൂടിക്കൊണ്ടിരിക്കുന്ന റോഡ് ആക്സിഡൻസ് എന്നുള്ള വിഷയത്തിൽ ഒരു എഡിറ്റോറിയൽ തയ്യാറാക്കാനാണ് പറയുന്നത്. 3 ടൈറ്റിലാണ് ഇതിന് വരുന്നത്. ഫസ്റ്റ് ഒരു ന്യൂസ് പേപ്പറിന്റെ പേര്, അപ്പൊ ഇതിൽ ഹിന്ദുസ്ഥാൻ എന്നാണ് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് വൺ ഡേറ്റ് ആണ് എഴുതേണ്ടത്, ബുധവാർ 27 अगस्त बढ़ती सड़क दुर्घटनाएं. അത് ടൈറ്റിലെ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ടായിരുന്നു. केरल की सड़कों में दुर्घटनाएं बढ़ती जा रही है. हर एक दिन अनेक दुर्घटनाओं का समाचार दैनिक पत्र में देखा जा सकता है. കേരളത്തിലെ റോഡുകളിൽ ഉണ്ടാവുന്ന ആക്സിഡൻസിന്റെ എണ്ണം ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും ന്യൂസ് പേപ്പേഴ്സിൽ ഇങ്ങനത്തെ ആക്സിഡൻസിന്റെ ന്യൂസ് ഒക്കെ കാണാനായിട്ട് പറ്റും. कितने अमूल्य जीवन हमारे सड़क में नष्ट हो रहे हैं. അപ്പൊ എത്ര അമൂല്യമായ ജീവനുകളാണ് ഈ റോഡുകളിൽ പൊലിഞ്ഞു പോകുന്നത്. इससे कितने परिवार निराधार हो जाते हैं. ഇങ്ങനെ എത്ര കുടുംബങ്ങളാണ് അനാഥരായിട്ട് തീരുന്നത്. बढ़ती जा रही दुर्घटनाओं का नियंत्रण कैसे करें, इसके बारे में अब हमें सोचना है. കൂടിക്കൊണ്ടിരിക്കുന്ന ഈ ആക്സിഡൻസിന്റെ എണ്ണം എങ്ങനെ കുറയ്ക്കാൻ പറ്റുമെന്ന് നമ്മൾ ആലോചിക്കേണ്ട സമയമായിരിക്കുന്നു. हमारी सड़कों में गाड़ियों की संख्या रोज बढ़ती जाती है. हमारी सड़कें कच्ची टूटी अवस्था में है. അപ്പം നമ്മുടെ റോഡുകളിലൂടെ പോകുന്ന വണ്ടികളുടെ എണ്ണം ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ റോഡുകളുടെ കണ്ടീഷൻ ആണെങ്കിൽ അതിലും മോശമാണ്. കച്ചി ടൂട്ടി അവസ്ഥ എന്ന് പറഞ്ഞാല് പൊട്ടിപ്പൊളിഞ്ഞിട്ടുള്ള അവസ്ഥയിലാണ് ഉള്ളത്. दुर्घटनाओं का प्रथम कारण गाड़ी चलाने वाले या पैदल चलने वालों की लापरवाही है. അപ്പം ഈ ആക്സിഡൻസിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് വണ്ടി ഓടിക്കുന്നവരുടെയോ അല്ലെങ്കിൽ വഴിയിലൂടെ നടന്നു പോകുന്നവരുടെയോ അശ്രദ്ധയാണ്. ലാപർവാഹി, കെയർലെസ്നെസ്. दूसरों से बातें करते हुए असावधानी से चलना भी दुर्घटनाओं का दूसरा कारण है. മറ്റുള്ളവരോട് സംസാരിച്ചുകൊണ്ട് അശ്രദ്ധരായി നടക്കുന്നതും ആക്സിഡന്റ് ഉണ്ടാവുന്നതിന് കാരണമാണ്. കച്ചി ടൂട്ടി സഡ്കെ ദുർഘടനാओं की तीव्रता बढ़ाती है. പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ ഈ ആക്സിഡൻസിന്റെ തീവ്രത കൂട്ടുന്നു. अनेक ड्राइवर लोग ट्रैफिक नियमों का उल्लंघन नशीली चीजें या मोबाइल फोन का उपयोग करके गाड़ी चलाकर करते हैं. അതായത് വളരെ അധികം ഡ്രൈവർമാര് ഈ ട്രാഫിക് നിയമങ്ങള് നശ, അതായത് ഡ്രഗ്സ് യൂസ് ചെയ്തുകൊണ്ടോ ആൽക്കഹോൾ കൺസ്യൂം ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ വണ്ടി ഓടിക്കുമ്പോൾ മൊബൈൽ ഫോണിൽ സംസാരിച്ചു കൊണ്ടോ ഓടിക്കുക വഴി ട്രാഫിക് നിയമങ്ങള് ലംഘിക്കുന്നുണ്ട്. ഉല്ലംഘൻ കർണ ലംഘിക്കുക. इनको पकड़ने के लिए सरकार आवश्यक कदम नहीं उठाते हैं. എന്നാൽ ഇങ്ങനെ നിയമം തെറ്റിക്കുന്നവരെ പിടിക്കാനായിട്ട് അവരെ ശിക്ഷിക്കാനായിട്ട് സർക്കാർ ശരിയായിട്ടുള്ള നടപടികളൊന്നും തന്നെ എടുക്കുന്നില്ല. നിയമോ का सख्त पालन करवाने के लिए सरकार की ओर से जरूरी ध्यान होना चाहिए. ഈ നിയമങ്ങളൊക്കെ ശരിയായ രീതിയിൽ ജനങ്ങളെ കൊണ്ട് പാലിപ്പിക്കാൻ വേണ്ടിയിട്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്നും പ്രത്യേക ശ്രദ്ധ നൽകണം. हम याद रखें कि सड़क सुरक्षा नियम हमारे लिए है. उनका पालन करने के लिए हम सब बाध्य है. നമ്മളെന്നും ഓർമ്മിക്കേണ്ടത് ഈ സുരക്ഷാ നിയമങ്ങളെല്ലാം തന്നെ നമുക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതെല്ലാം പാലിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ജൻ ജാഗരൺ കാര്യക്രം भी
होना चाहिए। हमें यह भूलना नहीं चाहिए कि हमारी छोटी सी छोटी लापरवाही भी बड़ी दुर्घटना का कारण बन सकता है. ജനജാഗരൺ കാര്യക്രം എന്ന് പറഞ്ഞാൽ അവയർനെസ് പ്രോഗ്രാംസ് അതെല്ലാം ഉണ്ടാവണം. അതുകൂടാതെ ഇത് നമ്മുടെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ വരെ പലപ്പോഴും വലിയ അപകടങ്ങൾക്ക് കാരണമാകും. ഇത് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം. यदि आम जनता को सड़क नियमों के बारे में जागृत करे तो अधिक से अधिक सड़क दुर्घटनाएं टल सकती है. സാധാരണ ജനങ്ങളെ ഈ ട്രാഫിക് റൂൾസിനെ കുറിച്ച് ബോധവാന്മാരാക്കി കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ആക്സിഡന്റ്സ് ഒഴിവാക്കാനായിട്ട് പറ്റും.